മുൻഗാമികളിൽപ്പെട്ട ചില മഹാന്മാർ അവർ വിദ്യാർത്ഥി പ്രായത്തിൽ അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു ദുആ ചെയ്തിരുന്നു എന്നാണ്. ആ ദുആ കേൾക്കണം. അല്ലാഹുമ്മസ്തുർ ഐബ മുഅല്ലിമി അന്നി വലാ തദ്ഹബ് ബറകത ഇൽമിഹി അന്നി. ഇതാണ് ദുആ. അല്ലാഹുവേ, ഞാൻ പഠിക്കാൻ പോകുന്ന എൻ്റെ ഗുരുവര്യരായ എൻ്റെ ഉസ്താദിൻ്റെ ന്യൂനതകൾ എന്നിൽ നിന്ന് മറക്കണേ എന്ന്. വലാ തദ്ഹബ് ബറകത ഇൽമിഹി അന്നി, അവരുടെ ഇൽമിൻ്റെ ബറക്കത്ത് എന്നിൽ നിന്ന് തടയല്ലേ എന്ന്. ഇങ്ങനെ ദ്വാരന്നിട്ടാണ് പോയിരുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യ സഹജമായി അവർക്ക് പല ന്യൂനതകളും ഉണ്ടാകാം. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. അതിലേക്ക് നോക്കിയാൽ അവരോടുള്ള ബഹുമാനവും സ്നേഹമൊക്കെ കുറഞ്ഞു പോകും. പിന്നെ എവിടേക്കാണ് നോക്കേണ്ടത്? അവരുടെ ഇൽമിലേക്ക്, അവരുടെ കമാലിലേക്ക്, അവരുടെ ഗുണകരമായ സിഫത്തുകളിലേക്ക് നോക്കണം. എന്നിട്ട് അതിനെ അനുകരിക്കണം, അതിനെ പകർത്തിയെടുക്കണം. എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അത് നമ്മൾ കാണാൻ പാടില്ല. അതിനെ ന്യായീകരിക്കണമെന്നോ അതല്ലെങ്കിൽ അതൊക്കെ ശരിയാണെന്ന് വെക്കണമെന്നോ അല്ല. ആ സമയത്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ പിന്നെ നമ്മളെ ബഹുമാനവും മറ്റും നടക്കില്ല. നമ്മളെ ഉദ്ദേശം എന്താണ്? അവരെ ഇഹ്സാനിൽ പിൻപറ്റലാണ്, അവരെ ഇൽമിൽ പിൻപറ്റലാണ്. ആ ഇൽമ് ഹക്കായ ഇൽമാണ്. അതിനെ പിൻപറ്റാൻ വേണ്ടി പോകുമ്പോൾ മറ്റു ന്യൂനതകളിലേക്ക് നോക്കി നിൽക്കരുത്. ഇതാണ് നിർദ്ദേശം. ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്കിയയുടെ വ്യാഖ്യാനമായ മസ്ലക്കുൽ അദ്കിയയിൽ അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങൾ ഉദ്ധരിച്ച ഒരു വരിയാണ്. അല്ലാഹു തആല മനസ്സിലാക്കി തരട്ടെ.